സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന സർക്കാരാണ് കേരളത്തിൻ്റെ വികസന കുതിപ്പിന് റോക്കറ്റ് വേഗത സൃഷ്ടിക്കുന്നത്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ നയിക്കുന്ന പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ വികസന കുതിപ്പിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. സമഗ്ര ചിത്രം നവകേരളം നവമുന്നേറ്റം പങ്കുവയ്ക്കുന്നു. പത്തനാപുരം താലൂക്കിലെ പത്തനാപുരം, പട്ടാഴി വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, വിളക്കുടി എന്നീ പഞ്ചായത്തുകളും കൊട്ടാരക്കര താലൂക്കിലെ മേലില, വെട്ടിക്കവല എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലം. 1957 നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത്. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായ കെ ബി ഗണേഷ് കുമാറാണ് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കൈപിടിച്ച് പത്തനാപുരത്ത് മികച്ച വികസന കാഴ്ചകളാണ് കാണുന്നത്. മന്ത്രി ഗണേഷ് കുമാറിന്റെ കീഴിൽ സകല മേഖലയിലും വികസനങ്ങൾ മുന്നേറുന്നു. നിരവധി പാലങ്ങളും റോഡുകളും കുടിവെള്ള പദ്ധതികളും സ്കൂൾ കെട്ടിടങ്ങളും നടപ്പായപ്പോൾ പത്തനാപുരം കണ്ടത് വികസന രംഗത്തെ വിപ്ലവമാണ്. ₹250 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് സർക്കാരിന്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷക്കാലമായി നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സമാനമായ നിലയിൽ തന്നെയാണ് പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ എല്ലാ മേഖലയും യോജിപ്പിച്ചുകൊണ്ട് വലിയ അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് പ്രിയപ്പെട്ട MLAയുടെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗതാഗത അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത്. പുലിക്കാട്ടൂർ പാലം പൂർത്തീകരണം, മെതുകുമ്മേൽ പട്ടാഴി തലവൂർ കുന്നിക്കോട് പുലിക്കോട് റോഡിന് 42.5 കോടി രൂപയും ഏനാത്ത് പത്തനാപുരം റോഡിന് 66.16 കോടി രൂപയും പള്ളിമുക്ക് മുക്കടവ് റോഡിന് 34 കോടി രൂപയും പള്ളിമുക്ക് ചാവിപുന്ന കറവൂർ ആലിമുക്ക് റോഡിന് 51.50 കോടി രൂപയും മുതൽ മുടക്കി മണ്ഡലത്തിലെ ഗതാഗത മേഖലയിലെ വികസനം മുന്നോട്ടു പോവുകയാണ്. മണ്ഡലത്തിലെ റോഡുകളുടെ നിലവാരം പരിശോധിച്ച് നോക്കിയാൽ BMC നിലവാരത്തിൽ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന റോഡുകളും വലിയ പ്രവർത്തനങ്ങളോടുകൂടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാലങ്ങളും സമാനമായ നിലയിലേക്ക് ഇപ്പം ഗാന്ധിഭവൻ കൊച്ചിക്കടവ് പാലം ഉൾപ്പെടെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഉള്ളത്. പത്തനാപുരം ഗവൺമെന്റ് മുഹമ്മദൻ സ്കൂൾ, എടത്തറ സ്കൂൾ, വെട്ടിക്കവല മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പത്തനാപുരം ഗവൺമെന്റ് ITIക്കുള്ള പുതിയ ബിൽഡിംഗ്, വെട്ടിക്കവല ITI തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ മണ്ഡലത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പരിശോധിക്കപ്പെടുമ്പോൾ
ഏകദേശം നിലവിൽ 9 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ 48ഓളം വരുന്ന സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ വേണ്ടി കഴിയുന്നത്. ബഹുനില മന്ദിരങ്ങളായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും MLAയുടെ ആസ്തി വികസന ഫണ്ടിൻ്റെയൊക്കെ ഭാഗമായി വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിലാകമാനം പത്തനാപുരം നിയോജക മണ്ഡലത്തിനകത്ത് ഈ കാലഘട്ടത്തിനകത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അംഗൻവാടികളും സമാനമായ നിലയിലേക്ക് ഏകദേശം ഇനി വിരലെണ്ണാവുന്ന അംഗൻവാടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ സ്ഥലവും അതുപോലെ തന്നെ ശോചനീയമായ അവസ്ഥയിലുള്ള എല്ലാ കെട്ടിടങ്ങളും ഏറ്റവും മാതൃകാപരമായ നിലയിലേക്ക് ഹൈടെക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം എല്ലാ അംഗൻവാടികളിലും അവിടെ ഫർണിച്ചറുകൾ MLA ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടെ അനുവദിക്കുന്ന കാഴ്ചയും കാണുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതാണ്. ₹60 കോടി ചിലവിൽ നിർമ്മിച്ച പട്ടാഴി കുടിവെള്ള പദ്ധതി നിരവധി പഞ്ചായത്തുകൾക്കാണ് ആശ്വാസമായത്. പട്ടാഴി, വടക്കേക്കര, കലഞ്ഞൂർ കുടിവെള്ള പദ്ധതിക്കായി 60.13 കോടി രൂപയാണ് സർക്കാർ നൽകിയത്. 8 പഞ്ചായത്തുകളുള്ള മണ്ഡലത്തിൽ 7 പഞ്ചായത്തുകളിലും വിവിധ പദ്ധതികളിലൂടെ കുടിവെള്ളം ഉറപ്പാക്കാനായി. കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കപ്പെടുമ്പോൾ നിയോജകമണ്ഡലത്തിൽ ആകമാനം തന്നെ ഏകദേശം വിളക്കുടി പഞ്ചായത്തിലും പത്തനാപുരത്തിൻ്റെ കിഴക്കൻ മലയോര മേഖലയിൽ മാങ്കോടും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ വളരെ മുൻപ് തന്നെ പത്തനാപുരം നിയോജക മണ്ഡലത്തിനകത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. വിളക്കുടി പഞ്ചായത്തിലും മാങ്കോട് പ്രദേശത്തും അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിയോജക മണ്ഡലത്തിനകത്ത് എല്ലാ മനുഷ്യർക്കും കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ കൂടി പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ വരികയാണ്. ഇപ്പോൾ നിലവിൽ 3 പ്ലാന്റുകളാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പ്ലാന്റുകൾ, കുരിയോട്ടുമല, പൂക്കുന്നിമല, അതുപോലെ തന്നെ മഞ്ഞമൺകാല, ഈ 3 പ്ലാന്റുകളാണ് അവിടെ നിലവിൽ ഉള്ളത്. അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും തുക അനുവദിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകുവാൻ ആവശ്യമായ ഇടപെടലുകൾ അവിടെ MLAയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിൽ താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന വികസനം മുതൽ തുടങ്ങുന്നു വികസന കുതിപ്പ്. പത്തനാപുരം ആയുർവേദ ആശുപത്രി, പട്ടാഴി വടക്കേക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുടങ്ങിയവയെല്ലാം നൂറുകണക്കിന് സാധാരണക്കാർക്കാണ് ആശ്വാസം നൽകുന്നത്. MLA ഫണ്ടിനൊപ്പം മറ്റ് സർക്കാർ ഫണ്ടിലൂടെയുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടിയായപ്പോൾ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറി. ഓരോ മേഖലയെടുത്ത് പരിശോധിക്കപ്പെട്ടാലും വലിയ പ്രവർത്തനങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖല എടുത്ത് പരിശോധിക്കപ്പെട്ടാൽ പത്തനാപുരം താലൂക്ക് ആശുപത്രിക്കായി 99 കോടി രൂപയാണ് കേരള ഗവൺമെൻറ് അനുവദിപ്പിച്ചിട്ടുള്ളത്. MLAയുടെ ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അത്തരം ഒരു തുക അനുവദിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സമാനമായ നിലയിൽ തന്നെ മണ്ഡലത്തിലെ 8ഓളം വരുന്ന പഞ്ചായത്തുകൾക്കകത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ MLAയുടെ നേതൃത്വത്തിൽ വലിയ കെട്ടിടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ പത്തനാപുരം ടൗണിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറിയും അതുപോലെ തന്നെ പോലീസ് കൺട്രോൾ റൂമിനും വേണ്ടി 1 കോടി രൂപ അനുവദിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പണി പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ 3 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഫയർ സ്റ്റേഷൻ്റെ പ്രവർത്തനം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്.
നിയോജക മണ്ഡലത്തിൽ സ്വന്തമായി വസ്തുവുള്ള എല്ലാ വായനശാലകൾക്കും ഇതിനോടകം തന്നെ ബഹുനില മന്ദിരങ്ങളും ശോചനീയമായ അവസ്ഥയിലുണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം മാറ്റി ഏറ്റവും നല്ല നിലയിലേക്ക് ആ കെട്ടിടങ്ങളെ മാറ്റിയെടുക്കുവാൻ വേണ്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ കാലഘട്ടത്തിനകത്ത് കഴിഞ്ഞുവെന്ന് വളരെ അഭിമാനപൂർവ്വം അറിയിക്കുകയാണ്. മണ്ഡലത്തിനകത്തെ എല്ലാ മേഖലയും വളരെ കാര്യക്ഷമമായി തന്നെ ആ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ വികസന മാറ്റങ്ങളാണ് പത്തനാപുരം നിയോജക മണ്ഡലത്തിനകത്ത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിനകത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുവാൻ വേണ്ടി കഴിയും. സമസ്ത മേഖലയിലും വികസനമൊരുക്കുകയാണ് പത്തനാപുരം മണ്ഡലം. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ വലിയ അധ്യായമാണ് പത്തനാപുരം എന്ന നിയമസഭാ മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞത്. നവകേരളം നവമുന്നേറ്റം ആ കാഴ്ചകളാണ് പങ്കുവച്ചത്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മദേശമായ മലപ്പുറം ജില്ലയിലെ പ്രധാന കേന്ദ്രമായ തിരൂർ, മലയാള സർവകലാശാല ഉൾപ്പെടെ ഒട്ടനവധി പ്രത്യേകതകളുള്ള തിരൂർ ദേശവും തിരൂർ നിയമസഭാ മണ്ഡല വികസന നേട്ടങ്ങളും പരിശോധിക്കുകയാണ് നവകേരളം നവമുന്നേറ്റത്തിലൂടെ. തിരൂർ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ കേരളത്തിലെ ഒരു പ്രദേശമാണ്. മലപ്പുറം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ തിരൂരിന് ചരിത്ര പ്രാധാന്യങ്ങളും ഏറെയുണ്ട്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മദേശം തിരൂർ തൃക്കണ്ടിയൂരിലാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നിലകൊള്ളുന്ന തുഞ്ചൻപറമ്പിലെ സ്മാരകവും കേരളത്തിന് അഭിമാനകരമായ നേട്ടമാണ്. കേരളത്തിന് അഭിമാനകരമായ നേട്ടമായി മാറിയ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയും തിരൂർ ദേശപ്പെരുമ ഉയർത്തിപ്പിടിക്കുന്നു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത തിരൂർ മുതൽ ബേപ്പൂർ വരെയായിരുന്നു. 1921 മലബാർ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷ് പട്ടാളം തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിലടയ്ക്കാൻ റെയിൽവേയുടെ ചരക്ക് വാഗണിൽ കുത്തിനിറച്ചു കൊണ്ടുപോയ തടവുകാർ ശ്വാസം മുട്ടി മരിച്ച വാഗൺ ട്രാജഡിയിലൂടെയും ചരിത്രത്തിൽ തിരൂർ എന്ന സ്ഥലനാമം കൂടുതൽ പ്രാധാന്യത്തോടെ എഴുതി ചേർക്കപ്പെട്ടു. വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ തിരൂർ നഗരമധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂർ നഗരസഭയും തിരൂർ താലൂക്കിലെ ആദവനാട്, കൽപ്പകഞ്ചേരി, തലക്കാട്, തിരുനാവായ, വളവന്നൂർ, വെട്ടം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് തിരൂർ. രണ്ടാം പിണറായി സർക്കാർ 4 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ മണ്ഡലമായിട്ട് പോലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് തിരൂർ നിയോജക മണ്ഡലത്തിൽ നടന്നത്. അതിലേറ്റവും പ്രധാനമാണ് ശാപമോഷം കിട്ടിയ 2 പാലങ്ങൾ. തിരൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വേണ്ടി താഴെ പാലത്തും അതേപോലെ തന്നെ തിരൂർ റെയിൽവേ ഓവർബ്രിഡ്ജും, ആ 2 പാലങ്ങളും വർഷങ്ങളായി 10 വർഷത്തിലധികമായി തുറന്നു കൊടുക്കാൻ കഴിയാതെ, അപ്രോച്ച് റോഡും സ്ഥലമെടുക്കാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു. ആ 2 പാലങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതും ഈ പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് പൊന്മുണ്ട ബൈപ്പാസ്. തിരൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പൊന്മുണ്ടം ബൈപ്പാസിന് ഇപ്പോൾ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 കോടി രൂപ ഈ വർഷം വകയിരുത്തി ആ പാലത്തിന്റെ പണിയും പൂർത്തീകരിക്കാൻ പോവുകയാണ്.
1957 രൂപീകൃതമായ തിരൂർ മണ്ഡലത്തിൽ നിലവിലെ നിയമസഭാ സാമാജികൻ കുറുക്കോളി മൊയ്തീനാണ്. വികസന സാധ്യതകൾ പരിഗണിച്ചുകൊണ്ടുള്ള മുന്നേറ്റങ്ങളാണ് എക്കാലവും തിരൂരിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകുന്ന മേഖലകൾ വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ്, ഗതാഗതം, തീരദേശം, വാണിജ്യം, ജലവിതരണം, വൈദ്യുതീകരണം എന്നിവയാണ്. നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ മലപ്പുറം ജില്ലയിലും അതേപോലെ തന്നെ തൊട്ടടുത്ത ജില്ലകൾക്ക് പോലും ഉപകാരപ്രദമാകുന്ന രൂപത്തിലാണ് നമ്മുടെ തിരൂർ നിയോജക മണ്ഡലത്തിലെ വെങ്ങാലൂരിൽ 220 kV സബ്സ്റ്റേഷൻ ആരംഭിച്ചത്. മലയാള സർവകലാശാലക്ക് സ്വന്തമായി കെട്ടിടമുണ്ടാക്കുന്നതിനും അതേപോലെ തന്നെ ഹോസ്റ്റൽ ഉണ്ടാക്കുന്നതിനും വേണ്ടി സ്ഥലം അക്വയർ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. മരിച്ചുപോയ മഹാനായ MT വാസുദേവൻ നായരുടെ സ്മാരകം ഈ തിരൂർ തുഞ്ചൻ പറമ്പിനോട് ചേർന്ന് നിർമ്മിക്കുന്നതിന് ഈ ഗവൺമെന്റ് 100 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഭാഷാ സംസ്കാരത്തിന്റെ തിരൂർ മണ്ണിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കുതിപ്പാണ് കാണാൻ സാധിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന് കീഴിൽ വരുന്ന വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും പാഠ്യേതര പ്രവർത്തനങ്ങൾ മികവാർന്നതാക്കുന്നതിനുമായി നടത്തിയിട്ടുള്ള ഒട്ടനവധി ഇടപെടലുകൾ തിരൂരിൽ കാണാൻ സാധിക്കും. തീരദേശ ഹൈവേയുടെ തിരൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ റീച്ച്, അതിന്റെ മുഴുവൻ ഭാഗവും ഏകദേശം 4-4.5 കിലോമീറ്റർ നീളത്തിലുള്ള ആ ഭാഗം മുഴുവൻ പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പം ഉണ്ടായി. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ തുഞ്ചൻ കോളേജിന്റെ വികസനത്തിന് മാത്രം 100 കോടിയോളം രൂപയാണ് ഈ ഗവൺമെന്റ് ചെലവഴിച്ചത്. അതിനു പുറമെ കൽപ്പകഞ്ചേരി ഹൈസ്കൂളിന് 5 കോടി രൂപയുടെ കെട്ടിടം, തിരൂർ ബോയ്സ് ഹൈസ്കൂൾ, തിരൂർ ഗേൾസ് ഹൈസ്കൂൾ ഉൾപ്പെടെ GMUP സ്കൂൾ തിരൂർ ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് 3 കോടി രൂപയുടെ കെട്ടിടം, അങ്ങനെ സമാനതകളില്ലാത്ത രൂപത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും വലിയ കെട്ടിടങ്ങളും ഭൗതിക സാഹചര്യവും വർദ്ധിക്കുന്ന സ്ഥിതിയുണ്ടായി. തിരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ പൂലൂർ, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൽപ്പകഞ്ചേരി എന്നീ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ മണ്ഡലത്തിലെ പ്രൈമറി, അപ്പർ പ്രൈമറി വിദ്യാലയങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അതോടൊപ്പം ഒട്ടനവധി കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കൽപ്പകഞ്ചേരി സ്കൂൾ മൈതാനം ഉൾപ്പെടെ മണ്ഡലത്തിലെ അനേകം കളിയിടങ്ങൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് വഴിമാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജനസാന്ദ്രത ഏറിയ വാണിജ്യ മേഖല കൂടിയായ തിരൂരിന്റെ പൊതുകേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡുകളുടെ വികസനം എടുത്തു പറയേണ്ടവയാണ്. തീരദേശ ഗ്രാമമായ വെട്ടം മേഖല ഉൾപ്പെടെ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത കുരുക്കുകൾക്കും യാത്രാക്ലേശങ്ങൾക്കും കാരണമായിരുന്ന പൊട്ടിപ്പൊളിഞ്ഞ ശോചനീയ അവസ്ഥയിലായിരുന്ന റോഡുകൾ പരിപൂർണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതിൽ തന്നെ അനുനിമിഷം വാഹന ഗതാഗത തിരക്ക് കൂടി വരുന്ന തിരൂർ കടലുണ്ടി റോഡ് മികവാർന്ന തലത്തിലേക്ക് മാറ്റപ്പെട്ടത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ പ്രഥമ പരിഗണന നൽകേണ്ടതാണ്.
കാലപ്പഴക്കവും സ്ഥലപരിമിതികളും ജനങ്ങളെ വലച്ചിരുന്ന കൽപ്പകഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസ് അത്യാധുനിക ആശയാവിഷ്കാരങ്ങളിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി സമർപ്പിച്ച പദ്ധതി മണ്ഡലത്തിലെ മറ്റൊരു വികസന നേട്ടമാണ്. തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ ശുദ്ധജല വിതരണ പദ്ധതികളും കാര്യക്ഷമമായി മണ്ഡലത്തിൽ പുരോഗമിക്കുന്നുണ്ട്. കടലുണ്ടി പുഴയ്ക്ക് കുറുകെ പുഴങ്കാവിൽ നിർമ്മാണം പൂർത്തീകരിച്ച തടയണയും മണ്ഡലത്തിന് അനിവാര്യമായ വികസന ചുവടാണ്. ജില്ലാ ആശുപത്രി ഉൾപ്പെടെ എല്ലാ മേഖലയിലും വലിയ വികസന കുതിപ്പാണ് ഈ 4 വർഷക്കാലം ഉണ്ടായത്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഗവൺമെന്റ് 10 കോടി രൂപ നൽകാൻ തീരുമാനിച്ചിട്ടും രാജീവ് ഗാന്ധി സ്റ്റേഡിയം, തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം, അത് സർക്കാർ തീരുമാനിച്ച 10 കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കാൻ മുനിസിപ്പൽ അധികാരികളും അതേപോലെ തന്നെ അതിന് മുൻകൈയെടുക്കാൻ MLAയും തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ കാര്യമുണ്ട്. ഇപ്പൊ രാഷ്ട്രീയത്തിന് അതീതമായി തിരൂർ നിയോജക മണ്ഡലത്തിലും കഴിഞ്ഞ 4 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന കുതിപ്പിന്റെ കാലം തന്നെ. വെറ്റില വിപണിയിൽ തിളങ്ങുന്ന തിരൂർ ഭാഷാ സംസ്കാരത്തിലൂടെയും തുഞ്ചൻ പറമ്പിലൂടെയും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ തിരൂർ, ചരിത്രരേഖകളിൽ ഒഴിച്ചുകൂടാനാകാത്ത നാമമായി നിലകൊള്ളുന്ന തിരൂർ, പലവിധ പ്രത്യേകതകളും സവിശേഷതകളും വേറിട്ട നിലമൊരുക്കി പെരുമയോടെ നിലനിർത്തുന്ന തിരൂർ ദേശവും നിയമസഭാ മണ്ഡലവും വികസന മുദ്രകൾ ചാർത്തുന്നതിൽ ഏറെ ശക്തമായ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്ന നേർചിത്രങ്ങളാണ് പ്രകടമായി കാണാൻ സാധിക്കുന്നത്. നവകേരളത്തിന്റെ നവമുന്നേറ്റങ്ങളിൽ ഉയർന്ന നിലവാരത്തോടെ തിരൂരും ഒപ്പമുണ്ട്. മണ്ഡലത്തിൽ ഏറെ ശക്തമായ മാറ്റങ്ങൾ കാഴ്ചവെക്കുന്ന നേർചിത്രങ്ങളാണ് പ്രകടമായി കാണാൻ സാധിക്കുന്നത്. നവകേരളത്തിൻ്റെ നവമുന്നേറ്റങ്ങളിൽ ഉയർന്ന നിലവാരത്തോടെ തിരൂരും ഒപ്പമുണ്ട്.